നടത്തിയെന്ന നടി ഹണി റോസിന്റെ പരാതിയിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ് ഇപ്പോൾ കോടതി. ബോബി ചെമ്മണ്ണൂരിന് ജയിലറയ്ക്കുള്ളിലേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യം ഒരുങ്ങിയിരിക്കുകയാണ്. ആ സമയത്ത് തന്നെയാണ് കോടതിയിൽ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട് ബോബി ചെമ്മണ്ണൂർ ആ നിലയിൽ ചികിത്സ തേടേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇനി വൈദ്യപരിശോധന നടക്കാനിരിക്കുന്നു. അതിനുശേഷം മാത്രമേ ജയിലിലേക്കാണോ അതോ ആശുപത്രിയിൽ തുടരേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടോ എന്ന് തീരുമാനിക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും ജാമ്യം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. കോടതിയിൽ ഉയർത്തിയിരുന്ന എല്ലാ വാദങ്ങളും തള്ളിക്കളഞ്ഞിരിക്കുന്നു. ബോബി ചെമ്മണ്ണൂരിന് 14 ദിവസം റിമാൻഡ് ചെയ്തുകൊണ്ടാണ് കോടതി ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. വിധിക്ക് പിന്നാലെ ബോബി ചെമ്മണ്ണൂരിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ജനറൽ ആശുപത്രിയിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ടുപോകും എന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലീസിന്റെ കസ്റ്റഡിയിലിരിക്കുമ്പോൾ അറസ്റ്റിന് ശേഷമൊക്കെ വന്നപ്പോൾ ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴൊക്കെയും ധാർഷ്ട്യത്തോടു കൂടിയുള്ള മറുപടി തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. തെറ്റ് ചെയ്തിട്ടില്ല, കുറ്റബോധം തോന്നുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു. എന്തായാലും താൻ തെറ്റ് ചെയ്തിട്ടില്ല, തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് തന്റെ പരാമർശങ്ങൾ എന്നൊക്കെയുള്ള വാദം ഇപ്പോൾ കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു. കേസിന്റെ മെറിറ്റിലേക്ക് കടന്നുകൊണ്ടല്ല കോടതി ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് എങ്കിൽ പോലും ജാമ്യം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂരിന്. ജാമ്യം ലഭിക്കാനായി കോടതിയിൽ പറഞ്ഞ എല്ലാ വാദങ്ങളും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഈ പ്രതി നിരന്തരം സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ അധിക്ഷേപ പരാമർശങ്ങൾ ആവർത്തിച്ചു എന്നതാണ് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് കോടതി മുഖവിലക്കെടുത്തു എന്ന് മനസ്സിലാക്കുന്നു. 14 ദിവസത്തേക്കാണ് ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. 14 ദിവസം റിമാൻഡ് ചെയ്തുള്ള കോടതിയുടെ നടപടി വന്നതിന് തൊട്ടു പിന്നാലെയാണ് കോടതി മുറിയിൽ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുന്നു എന്നത് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിരിക്കുന്നത്. ഇനി ജയിലിൽ കൊണ്ടുപോകുന്നതിന് മുൻപ് തന്നെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കും ബോബി ചെമ്മണ്ണൂരിനെ എന്ന് മനസ്സിലാക്കുന്നു. ഡാനി ഇപ്പോൾ തുടരുന്നുണ്ട്. ഡാനി, ആശുപത്രിയിലേക്ക് കൊണ്ടുപോയോ? കോടതി മുറിയിൽ വളരെ നാടകീയമായ രംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആശുപത്രിയിലേക്ക് കൊണ്ടുപോയോ? എപ്പോൾ, അല്ലെങ്കിൽ ഉടൻ തന്നെ കൊണ്ടുപോകുമോ? എന്താണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇപ്പോൾ കോടതിക്ക് തൊട്ട് സമീപമുള്ള മുറിയിൽ അദ്ദേഹത്തെ കിടത്തിയിരിക്കുകയാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കോടതിക്കകത്താണ്. അതിനുശേഷം അല്പസമയത്തിന് ശേഷം അത് ദേഹാസ്വസ്ഥം അനുഭവപ്പെടുന്നത് അതിന് മാറിയതിനു ശേഷം താഴേക്ക് എത്തിക്കും. ഒന്നുകിൽ ഈ വാതിൽ വഴിയോ അല്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ള വാതിൽ വഴിയോ ആയിരിക്കും കൊണ്ടുവരിക. എന്തായാലും ഇവിടേക്ക് കൊണ്ടുവന്നപ്പോൾ ഈ പടവുകൾ ഓടി കയറിപ്പോയ ഒരു മനുഷ്യനാണ് ബോബി ചെമ്മണ്ണൂർ. വളരെ പെട്ടെന്ന് അദ്ദേഹം ഓടി കയറി മുന്നോട്ട് പോയതാണ്. മാധ്യമങ്ങളുടെ പോലും കണ്ണിൽപ്പെടാതെ വളരെ പെട്ടെന്ന് അകത്തേക്ക് പോയതാണ്. അദ്ദേഹം ഇപ്പോൾ ദേഹാസ്വസ്ഥ അനുഭവപ്പെട്ട കോടതി മുറിയിൽ വീണു എന്നതാണ് അറിയുന്നത്. അദ്ദേഹത്തെ അല്പസമയത്തിനകം തന്നെ ഒരുപക്ഷെ ലിഫ്റ്റിൽ അപ്പുറത്തെ വഴിയിൽ കൊണ്ടുവന്ന് ഇവിടെ പോലീസ് വാഹനങ്ങൾ സജ്ജമാണ്. അതിനുശേഷം നിർദ്ദേശപ്രകാരം ജനറൽ ആശുപത്രിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആരോഗ്യനില എന്താണെന്ന് സംബന്ധിച്ച് പരിശോധിക്കേണ്ടതുണ്ട്. അത് ആരോഗ്യനില അവിടെ പരിശോധിക്കണം. അല്പസമയത്തിന് കുറച്ചുകൂടി സമയമെടുത്ത് അദ്ദേഹം താഴേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം മാത്രമേ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമികമായ പരിശോധനകൾക്ക് ശേഷം മാത്രമായിരിക്കും അത് ചികിത്സയിൽ തുടരേണ്ടതുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനായിട്ട് കഴിയുകയുള്ളൂ. ചികിത്സയിൽ ആണെങ്കിൽ ഇപ്പോൾ ഒരുപക്ഷെ താൽക്കാലികമായെങ്കിലും ഈ റിമാൻഡിൻ്റെ തുടക്ക ദിവസങ്ങളിലെ ജയിൽവാസം ഒഴിവാക്കാൻ സാധിച്ചേക്കും. എന്തായാലും അത് അത്തരം കാര്യങ്ങളിൽ ഡോക്ടർമാരാണ് തീരുമാനമെടുക്കേണ്ടത്. ഇത് കസ്റ്റഡിയിൽ ഉള്ള ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിട്ടൊരാൾക്ക് ഈ തരത്തിൽ ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ റെക്കോർഡ്സോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിക്കണം. അതിനുശേഷം മാത്രമായിരിക്കും ഈ ജയിലിലേക്ക് അയക്കുന്ന കാര്യങ്ങളിലടക്കമുള്ള ഒരു തീരുമാനം ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുള്ളൂ. രേണുക.